ഫ്രാങ്ക്ലിൻ ബൈ. ആഹാ വന്ന് ഈ വണ്ടി ഫുൾ കംപ്ലൈന്റാ. എപ്പോഴും തള്ളിക്കൊണ്ടാക്കാനാ സമയമുള്ളൂ. ഫ്രാങ്ക്ലിൻ ബൈ എത്ര നാളായി പറയണേ ഈ വണ്ടിയുമായിട്ട് പുതിയ വല്ല ലംബോർഗിനി ബുഗാട്ടി എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ തള്ളിക്കൊണ്ട് നടക്കണ്ടല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ ബൈ മേടിച്ചാ ഫ്രാങ്ക്ലിൻ ബൈ കൊള്ളാം. ആഹാടാ അതാണ് ഞാനും ആലോചിക്കുന്നത്. ഈ വണ്ടി മാറ്റിട്ട് ഒരു വണ്ടി മേടിച്ചാലോന്നാ. പക്ഷെ ഈ വണ്ടി മാറ്റണമെങ്കിൽ അതിന് പൈസ വേണ്ടേ? അതിനിപ്പോ പൈസക്ക് അത് ഫോൺ അടിക്കണം. സത്യം പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. മനുഷ്യൻ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുമ്പോ ആരുടെ വിളിക്കണം? ഓ വെയിറ്റ് മൈക്കിളാ പോലടി. എന്താ മൈക്കിളെ പറടാ. ഹലോ മിസ്റ്റർ പെരേര, ലോങ് ടൈം നോ സീ. അയ്യോ ഫ്രാങ്ക്ലിനെ ഞാൻ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട്. ഇതിന് പുറത്തൊന്നും പാർട്ട്നേഴ്സ് ഒന്നുമില്ല. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ട്രെവർ ലെസ്റ്റർ. സക്സസ്ഫുള്ളി എല്ലാം നടക്കുവാണെങ്കിൽ കോടികൾ കൊണ്ട് ആറാടാം. ഈ ഒരു വർക്കിന് റിസ്ക് കുറവാണ്, പക്ഷെ പണി കൂടുതലായിരിക്കും. നീ റെഡി ആണെങ്കിൽ വീട്ടിലേക്ക് വാ. ഇതിന് വേണ്ടി വലിയ പ്ലാൻ തന്നെ വേണ്ടിയിട്ട്. ബാക്കി നേരിടാണോ പറയാം. വൈകിട്ട് 4 മണിക്ക്. റെഡിയാണോ? ഇതിന് വേണ്ടിയാണോ മൈക്കിളെ ഞാൻ കാത്തോണ്ടിരുന്നത്? എനിക്കാണെങ്കിൽ പൈസയുടെ വലിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ ഞാൻ വരാം. ശരിടാ ബൈ. ഷിൻചാനെ ഇനിയൊന്നും പേടിക്കാനല്ല. നമ്മൾ ഈ വണ്ടി മാറ്റാൻ വേണ്ടി പോവാ. ഈ വണ്ടി മാറ്റി ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഏതെങ്കിലും വണ്ടി ഞാൻ മേടിച്ചേക്കാം. ഈ പാട്ട വണ്ടി കൊണ്ടാ വല്ല കടലിൽ നിന്നല്ല. വേണ്ട, ഇത് വീട്ടിൽ തന്നെ ഇടകട്ടെ. നമ്മുടെ പഴയ വണ്ടിയല്ലേ. എന്താ ഫ്രാങ്ക്ലിൻ ബൈ അപ്പൊ വണ്ടി വാങ്ങാനുള്ള പൈസ? എടാ മൈക്കിൾ എന്തിനാ വിളിച്ചെന്നറിയാവാ? ഒരു അടിപൊളി വർക്കായിട്ടാ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് തള്ളി വീട്ടിലെത്തിക്കാം. എന്നിട്ട് 4 മണിയാവുമ്പോൾ മൈക്കിളിനെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ വണ്ടിയുടെ ആ പണിവാളിയില്ല. ഇത് ഇറക്കായതുകൊണ്ട് വണ്ടി നമ്മളെ വലിച്ചോണ്ട് പോണത്. ഞാൻ തള്ളണൊന്നുമില്ലട്ടാ. വണ്ടി എന്നെ വലിച്ചോണ്ട് പോവാ. എന്നാ ഇതിന്റെ മേളിക്കിറങ്ങി നിന്നാ മതിയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ. എങ്ങനെയുണ്ട്? സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടാ. നീ കൂടുതൽ മനസ്സിലാക്കണ്ട. പ്ലാൻ എനിക്ക് മനസ്സിലായി. അതെല്ലാം വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ അത് മതി. അവൻ പറഞ്ഞു തരും. മനസ്സിലായ? നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന സമയം മാറി നിൽക്കണം. മുണ്ടക്കൽ ശേഖര. ഈ ഡ്രൈവർ അവൻ പറയണം. നീ കാര്യം നോക്കട്ടെ. വീട്ടേക്കല്ലേ ഞാൻ ഈ പ്ലാൻ ഒന്നും നോക്കട്ടെ. ഓക്കെ വീട്ടിൽ പോവാം. ഓക്കെടാ ഫ്രാങ്ക്ലിൻ ഡ്രൈവറെ. ഫുൾ പ്ലാനും ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് പറ്റിയ സ്പോട്ട് കണ്ടുപിടിക്കണം. അതായത് ആ ബാങ്കിനുള്ളിലേക്ക് തുരങ്കമുണ്ടാക്കി പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഫുൾ ആ ബാങ്കിലേക്ക് പോകുന്ന ആൾക്കാരെയും ഓഫീസേഴ്സിനെയും എല്ലാം നമ്മൾ നിരീക്ഷിക്കണം. കാരണം നമ്മൾ തുരങ്കമുണ്ടാക്കി ബാങ്കിനുള്ളിൽ ചെല്ലുമ്പോ അവിടെ പൈസ നിറക്കാവുന്ന ആരും ഉണ്ടാവരുത്. നമുക്കിത് ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും സമയം വേണം. ഈ ഉത്തരവാദിത്തം നിനക്കട ഫ്രാങ്ക്ലിൻ ഞാൻ തന്നേക്കുന്നത്. ഞാനാ ഓക്കെ അത് ഞാൻ ഏറ്റി. അതായത് ആ ബാങ്കിന്റെ സ്ഥലത്ത് പോയി ഒന്ന് സ്കെച്ച് ഇട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഒന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അത് ഈ ഫ്രാങ്ക്ലിന് വിട്ടേക്ക്. ഓക്കെ എടാ ട്രെവറെ, പിന്നെ നീ പോയി തുരങ്കം ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം. ആ ഉത്തരവാദിത്തം നിനക്കാണ് വന്നേക്കുന്നത്. ഞാനാ ഓക്കെ. ലോസാലോസിലെ ഫുൾ സ്ഥലം എനിക്കറിയാം. ഞാൻ കണ്ടുപിടിക്കാം. അല്ലപ്പോ നീ എന്താ ചെയ്യണത്? ഞാൻ പോയി ഇതിന് പറ്റിയ ടൈമും കാര്യങ്ങളും പിന്നെ തുരങ്കം ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സും കളക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ പണി തുടങ്ങണം. കാരണം ആ ബാങ്കിൽ ഇപ്പൊ $100 മില്യൺ ഉണ്ട്. നമ്മൾ എത്ര വൈകുന്നോ അത്രയും പൈസ അതിൽ നിന്ന് കുറഞ്ഞോണ്ടിരിക്കുവാണ്. എത്ര പെട്ടെന്ന് എടുക്കുന്നോ അത്രയും പൈസ നമുക്ക് സ്വന്തം. ഓക്കെടാ മൈക്കിളെ. നാളെ തന്നെ ഞാൻ അവിടെ പോയി സ്കെച്ചിട്ട് അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെടാ അപ്പൊ പറഞ്ഞ പോലെ ഹുദാഫിസ്. അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം. ഓക്കെടാ മൈക്കിളെ. ശരി എന്നാ ഡ്രൈവറെ വാടാ പോവാം. ഓക്കെ സോ ഇവന്മാര് പറഞ്ഞ പ്ലാൻ അത് അടിപൊളി പ്ലാൻ തന്നെ. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതായത് ഈ പ്രാവശ്യം നമ്മൾ ബാങ്കിൽ പോയി മോഷ്ടിക്കാൻ വേണ്ടി പോണത് വെറുതെ ഏറി ചെന്ന് അവിടെ വെടി വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ടല്ല. പകരം അണ്ടർഗ്രൗണ്ട് വഴി ഒരു പാത്തുണ്ടാക്കി നേരെ ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറി ആരും അറിയാതെ സൈലന്റ് ആയിട്ട് പൈസ മോഷിച്ചുകൊണ്ട് പോരുന്നു. പക്ഷെ അതിനുവേണ്ടി കുറച്ച് പണിയുണ്ട്. തുരങ്കം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പണി എടുക്കേണ്ടി വരും. പക്ഷെ റിസ്ക് കുറവാണ്. പോലീസുകാരും കുറവായിരിക്കും. സോ നാളെ രാവിലെ തന്നെ ബാങ്കിൽ പോയി സ്കെച്ച് ഇടണം. ഓക്കെ സോ മൈക്കിൾ പറഞ്ഞ പോലെ നമ്മൾ കൊള്ളയടിക്കാൻ വേണ്ടി പോണ ബാങ്കിലേക്ക് പോകുന്നു. അവിടെയുള്ള ഫുൾ സ്കെച്ച് ഇട്ട് അവിടെ വന്ന് പോണതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. അവിടെ ഓഫീസേഴ്സ് ഒക്കെ എത്ര മണിക്കാണ് വരുന്നത്, എപ്പോ അവർ പുറത്തേക്ക് പോകും, ഇതൊക്കെ വെച്ച് വേണം നമുക്ക് ഉള്ളിൽ കയറാനുള്ള ടൈം തീരുമാനിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആദ്യം എന്തായാലും ബാങ്കിന്റെ അങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ സോ നേരെ ബാങ്കിലേക്ക്. ഓക്കെ നമ്മൾ നമ്മുടെ ബാങ്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാങ്ക്. ഈ ബാങ്കാണ് നമുക്ക് സ്കെച്ചിലാണുള്ളത്. അവിടെ 2 സെക്യൂരിറ്റികളെ കൊണ്ട് ഒരു പുള്ളി അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. നല്ല ആൾക്കാർ വന്നു പോകുന്ന ബാങ്കാണ് ഇത്. നമുക്ക് സ്കെച്ചിടാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ അടുത്ത് നിന്ന് അധികം പരി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഡൗട്ട് അടിക്കും. അവർ കാണാതെ അവരെ നിരീക്ഷിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഇതുവഴി പോയി നോക്കാം. ഇതാകുമ്പോ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റും എന്നാൽ കുറച്ച് ദൂരെയാണ്. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ ഇത് തന്നെ സ്പോട്ട്. ഈ ബിൽഡിങ്ങിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിന്റെ ഫ്രണ്ട് വ്യൂ ബൈനോക്കുലറെ കിട്ടും. അതിന് വേണ്ടിയുള്ള ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നേരെ മേളിലേക്ക് പോവാം. മേളിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസിലേക്ക് നോക്കാനുള്ള ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ സെക്യൂരിറ്റി ആണുള്ളത്. അതെല്ലാ ബാങ്കിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൈലന്റ് പ്ലാൻ പിടിച്ചത്. ലെസ്റ്ററിന്റെ മൈക്കിളിന്റെ പ്ലാൻ അതൊരു രക്ഷയില്ല കേട്ടോ. അണ്ടർഗ്രൗണ്ട് വഴി പോയി ആരും അറിയാതെ നൈസായിട്ട് പൈസ ഞാൻ മോഷ്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് ഇടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഫുൾ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി പറ്റില്ല. സ്കെച്ചിലിട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഫുൾ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടി തുടങ്ങിയിട്ട്. ഇത് നല്ല പൊക്കമുള്ള ബിൽഡിംഗ് ആട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഇതിന്റെ മേളിൽ കയറി നിന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളാരും കാണില്ല, നമുക്ക് എല്ലാവരും കാണാനും പറ്റും. ആഹാ
എന്ത് ചെയ്യും? ഇതിന്റെ മേളിൽ പിടിച്ച് കയറാൻ പറ്റില്ലേ? ഓക്കെ, ഞാൻ എന്തിന്റെയൊക്കെ മേളിലെത്തി. ബാങ്ക് കാണാനില്ലല്ലോ. ഓക്കെ, കിട്ടി. ഇത് തന്നെടാ ബാങ്ക്. ആ ബാങ്കിന്റെ ഫ്രണ്ട്. ചുമ്മാതല്ല ഇവന്മാർ അണ്ടർഗ്രൗണ്ട് പിടിച്ചത്. ഇത് നോക്കിയോ, നല്ല ക്രൗഡഡ് ഏരിയ. ഇവിടെ വെച്ച് ഒരു റോബറി നടത്താന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാനുള്ള പരിപാടിയാണ്. ബാങ്കിന്റെ ഫ്രണ്ടിൽ തന്നെ 2 സെക്യൂരിറ്റികൾ. ഓ മൈ ഗോഡ്, വിത്ത് ഗൺസ്. നല്ല ആൾ സഞ്ചാരമുള്ള സ്ഥലം. ഇതിന്റെ അകത്തേക്ക് സാധാരണ ഒരു കസ്റ്റമറിനെ പോലെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്തെ വ്യൂ കിട്ടുമല്ലേ? ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ അകത്തേക്ക് കയറാനുള്ള തുരങ്കം എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ്. അണ്ടർഗ്രൗണ്ട് പണിയാനുള്ള സ്ഥലം തപ്പാൻ വേണ്ടി ട്രെവറിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അവൻ ഏത് സ്ഥലം കണ്ടുപിടിക്കും? ഞാൻ നോക്കിയിട്ട് ഇത് ഫുള്ള് ബിൽഡിംഗ് ഹാൾ ചുറ്റപ്പെട്ട് കിടക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഓക്കെ, നേരെ താഴത്തേക്ക് പോവാം. നമുക്കെന്ന ജോലി നമ്മൾ നല്ല വൃത്തിക്കും വെടിപ്പോടുകൂടിയും ചെയ്യണം. ഓരോരുത്തരും ഓരോരോ ജോലി മര്യാദക്ക് ചെയ്യുവാണെങ്കിൽ ഈ റോബറി സിമ്പിൾ ആയിട്ട് പുള്ളിയാവുന്നേ ഉള്ളൂ. ആളുകൾക്കിടയിൽ ഒരാളായിട്ട് നമ്മൾ ഈ വഴി കൂടി പോയി നോക്കണം. ബാങ്കിന്റെ ഫ്രണ്ടിൽ എന്തിനാണോ ഇത്ര ആൾക്കാർ ഒതുക്കരുത്? ഒരു ബാങ്കല്ലേ, ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിന്റെ അകത്ത് ഒരു ക്യാഷ്വലായിട്ടൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അകത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ബാങ്ക് അല്ലേ, ഒന്നകത്ത് കയറി നോക്കാ. സെക്യൂരിറ്റി ചേട്ടാ എന്തൊക്കെയുണ്ട് ഇവിടെ? പിന്നെ ATM ഒക്കെ ഉള്ള ബാങ്ക് ആയതുകൊണ്ട് ATM കയറാനാന്ന് വന്നതെന്ന് പറയാം. അവിടെയാണ് ബാങ്ക് ഉള്ളത്. ഓക്കെ, അകത്തേക്ക് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളൊരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് വൃത്തിക്കും വെടുപ്പിനും ചെയ്യണമല്ലോ. മൈ ഗോഡ്, ദിസ് ഈസ് എ ബിസി ബാങ്ക്. ഈ ബാങ്ക് നല്ല തിരക്കുള്ള ബാങ്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ബാങ്കിൽ എത്ര ക്യാമറ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. അതൊരു ക്യാമറ. അതുപോലെ ഒത്തിരി ക്യാമറ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമില്ല, കാരണം നമ്മുടെ പ്ലാനേ വ്യത്യസ്തമാണല്ലോ. നമുക്കറിയേണ്ടത് ഇതിന്റെ വോൾട്ട് ഡോറിനകത്തേക്ക് എപ്പോഴൊക്കെ മാനേജേഴ്സ് അല്ലെങ്കിൽ പണം ഇടപാടുകൾ നടത്താൻ വേണ്ടി ആള് കയറുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറാനുള്ള ടൈം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നോക്കാം. ഓക്കെടാ, ട്രെവർ അടിപൊളി സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുറക്കൊണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നീ പറ, എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യം? എപ്പോ വേണം നമ്മൾ ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട്? എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ പകൽ സമയത്ത് അതിന്റെ ഉള്ളിൽ കയറുന്നത് കുറച്ച് പണിയായിട്ടുള്ള കാര്യമാണ്. രാത്രി ആണെങ്കിൽ ബാങ്കിന്റെ അകത്ത് ഒരു 1-2 സെക്യൂരിറ്റികൾ കാണും. അതുപോലെ തന്നെ പുറത്തും കുറച്ച് സെക്യൂരിറ്റികൾ കാണും. അത്രേ ഉള്ളൂ. വോൾട്ടിനകത്ത് എന്തായാലും ആളുണ്ടാവില്ല. ഡേ ടൈമിലാണെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ഓഫീസേഴ്സും മാനേജേഴ്സ് ഒക്കെ വോൾട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. സോ ഡേ ടൈമിൽ അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ റിസ്ക് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ രാത്രി ചെയ്യണതാണ് നല്ലത്. ഈടാ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ശരിയാ, രാത്രി ചെയ്യണല്ലേ നല്ലത്. മൈക്കിളെ നീ തന്നെ ഒരു തീരുമാനം എടുക്ക്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ രാത്രി ചെയ്യണ ഒരു ത്രില്ലില്ല, രാവിലെ ചെയ്താ പോരെ. പാടുള്ളത് ശരിയാ, ഫ്രാങ്ക്ലിൻ പറഞ്ഞത് കറക്റ്റാ. രാവിലെയാണ് നമുക്ക് കൺവീനിയന്റ് എങ്കിലും ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ രാത്രി ചെയ്യണതാണ് ബെസ്റ്റ്. ഓക്കെ, നമ്മൾ തീരുമാനിച്ച് നമ്മളിത് രാത്രിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ തുരങ്കം ഉണ്ടാക്കാൻ തന്നെ ഒരാഴ്ചത്തെ ടൈം വേണ്ടി വരും. കാരണം ഈ ബാങ്ക് ബിൽഡിങ്ങുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാരണം ഡിസ്റ്റൻസിൽ നിന്ന് വേണം നമുക്ക് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ പണി നമ്മൾ നാളെ തൊട്ട് തന്നെ തുടങ്ങാൻ വേണ്ടി പോവാ. സോ എടാ ഫ്രാങ്ക്ലിന്, അതുപോലെ തന്നെ ട്രെവറെ, നാളെ കറക്റ്റ് സമയത്ത് തന്നെ ലൊക്കേഷനിൽ എത്തിക്കണം. ഓക്കെ. അപ്പൊ നാളെ തൊട്ട് നമ്മുടെ പണി ആരംഭിക്കുകയാണ്. കൃത്യം ഒരാഴ്ചക്കുള്ളിൽ നമ്മളെ ബാങ്ക് കൊള്ളടിച്ച് കോടീശ്വരന്മാരായി മാറുമല്ലേ. സോ നമ്മുടെ ഈ ബാങ്ക് റോബറി എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടി ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് ഈ ഒരു മറവിലാണ് നമ്മൾ ആ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഓക്കെ, ഇതാണ് ട്രെവർ കണ്ടുപിടിച്ച ലൊക്കേഷൻ. സോ വണ്ടി ഇങ്ങോട്ട് കയറ്റി നിർത്താം. ഓക്കെ, ഇറങ്ങി അവന്മാർ അവിടെ ഒതുക്കി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രൂട്ട്സ് കട പോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട എങ്ങാൻ വേണ്ടി പോകണം. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ആ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അവിടെയാണ് നമ്മുടെ ബാങ്ക്. ഇവിടെ തുറന്ന് നമ്മൾ അവിടെ ചെല്ലും. ഇതാണ് ആ ബാങ്കിലേക്കുള്ള സേഫസ്റ്റ് റൂട്ട്. ഇവിടുന്ന് അവിടെ കുറിച്ചെത്താൻ വേണ്ടിയാണ് നമുക്ക് ഒരാഴ്ച ടൈം ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കട ഇവിടെ സെറ്റ് ചെയ്യണം, സാധനങ്ങളൊക്കെ ഇറങ്ങണം. ഓക്കെ, കമോൺ. ഓക്കെ, ട്രെവറിന്റെ JCB തിരിഞ്ഞു വരുന്നുണ്ട്. പോരട്ടെ, മതി, നിക്കട്ടെ, വണ്ടി നിക്കട്ടെ. ഓക്കെ, ഇറങ്ങടാ. കുഴിക്കാൻ വേണ്ടി ഈ JCB നമുക്ക് ആവശ്യമുണ്ട്. അതാണ്. ഓക്കെടാ മൈക്കിളെ, കമോൺ. ഈ സാധനം പിടിച്ച് താഴത്തേക്ക് ഇറക്കാം. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഒരു ഫ്രൂട്ട്സ് കട പോലെ സെറ്റ് ചെയ്യണം. എന്നാലാണ് ആർക്കും നമ്മളെ ഡൗട്ട് അടിക്കാതിരിക്കുള്ളൂ. ഓക്കെ, നമ്മുടെ കട ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറെ ഫ്രൂട്ട്സ് മേടിച്ചത് ഫ്രൂട്ട്സ് കടയാക്കണം. ഓക്കെ, നമ്മുടെ ഫ്ലേവറിനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെക്കണ ആളെ പോലെ ഉണ്ട്. വണ്ടി ഒന്നും വരാൻ വേണ്ടി അധികം തുടങ്ങിയിട്ടില്ല, രാവിലെ ആയിട്ടേ ഉള്ളൂ. അത് രാവിലെ നമ്മൾ ചെയ്തേക്കണം. ഓക്കെ, ഇതിന്റെ ട്രെവറെ ഡീൽ ചെയ്തടാ മൈക്കിൾ. കമോണ്ടാ, ഈ ഒരു സൈഡിൽ നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം. ഇക്വിപ്മെന്റ് എടുക്ക്. ഓക്കെടാ മൈക്കിളെ, അങ്ങ് പൊട്ടിക്ക്. ഓക്കെ, നീ അത് വാരി പാത്രത്തിലേക്ക് ആക്കാൻ നോക്കടാ. ഈ ഏരിയ വണ്ടിയൊക്കെ കുറച്ച് പോണ ഏരിയ ആണ്. ഓക്കെ, പൊട്ടിക്ക്. ഫ്രാങ്ക്ലിനെ വേഗം കോരി ഇതിനകത്ത് ആക്കട. പെട്ടെന്ന് പണി നടക്കട്ടെ. ഓക്കെ മൈക്കിളെ, ഇടാ. സമയം എന്താന്ന് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നമ്മുടെ ചട്ടിക്കകത്ത് കുറച്ച് മണ്ണ് ഇതുവരെ ആയിട്ടുള്ളൂ. ഇത് ഒറ്റടിക്ക് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ട്രെവർ ഇവിടെ നിന്ന് പൊട്ടിക്കും. പിറ്റേ ദിവസം മൈക്കിൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കും. അങ്ങനെ കുഴിച്ച മണ്ണ് ഈ വണ്ടിയിലേക്ക് കേട്ടിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ആരും അറിയാതെ കൊണ്ട് ഡിസ്പോസൽ ചെയ്യണം. അത് പോണ വഴിക്ക് ചെയ്യാം. Several days later. ഇത്ര ഒരു മെസ്സേജ് ട്രെവറിന്റെ ആണല്ലോ മെസ്സേജ്. ഓക്കെ, ടണൽ കംപ്ലീറ്റാ. ആഹാ, പൂരം കൊടിയേറി മക്കളെ. നമ്മൾ ടണൽ കംപ്ലീറ്റ് ചെയ്ത് പാതിരാത്രിക്ക് പണിയെടുത്തവന്മാര് തീർത്തല്ല. ഇന്ന് രാത്രി തന്നെ നമ്മൾ ബാങ്കിലേക്ക് കയറാൻ വേണ്ടി പോണോ?